ദേ ഒരാളൊന്ന് ഉണർന്നതാണ്, പിന്നെയും ചുരുണ്ട് കൂടിയൊക്കെ ഇങ്ങനെ കിടക്കുക. ഞാൻ വന്ന് എഴുന്നേൽപ്പിച്ചു. രാവിലത്തേക്കുള്ള എൻ്റെ പ്രോഗ്രാം എല്ലാം ഇന്നലെ തന്നെ മോനുക്കുട്ടൻ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു പൊതിച്ചോറ് കെട്ടിത്തരണമെന്ന് പറയുന്നുണ്ട്. വാഴയില എടുക്കാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും നമുക്ക് മോനുക്കുട്ടനൊരു പൊതിച്ചോറ് കൊടുത്തു വിടാം. അതിനൊരു മാങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട്, മുട്ട വറുത്തെടുക്കുന്നുണ്ട്, ചോറൊക്കെ വെന്തു. പിന്നെ കുക്കർ കിടന്ന് വിളിച്ചു കൂവിയത് ചിക്കൻ കറിയാണ്. രാവിലെ ബ്രെഡാണ് അതിൻ്റെ കൂടെയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വാട്ടിയെടുത്തു. മോനുകുട്ടൻ മിക്കപ്പോഴും സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കറികൾ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തേടം ഉണ്ടാക്കുന്നത് അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് കൊണ്ടുപോകും. മിക്കപ്പോഴും സ്കൂളിൽ നിന്നാണ് ചോറുണ്ണാറുള്ളത്. അപ്പം വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ പൊതി കെട്ടിത്തരാൻ നിർബന്ധം പറയുന്നത്. അന്നേരം ഇങ്ങനെ കൊടുത്തു വിടും, അത്രേ ഉള്ളൂ. ചോറും കറികളും എല്ലാം കൂടി ഒന്നിച്ചൊന്നും വിളമ്പുന്നത് മോനുകുട്ടന് ഇഷ്ടമല്ല. അവൻ പ്രത്യേകമാണ് കറികളൊക്കെ കൊണ്ടുപോകാറുള്ളത് കേട്ടോ. അപ്പോൾ ചോറിനകത്ത് ഞാൻ ചമ്മന്തി മുട്ട വറുത്തത് മാത്രമാണ് വെച്ചത്. ഇനി ഇത്തിരി ചിക്കൻ കറി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മോര് കറി ഒരു കുപ്പിയിലും എടുത്തിട്ടുണ്ട്. മോനുകുട്ടന് കറികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറേ കുഞ്ഞിപ്പാത്രങ്ങൾ വാങ്ങി കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതിയൊക്കെ കെട്ടി മോനുകുട്ടനെ സ്കൂളിൽ വിട്ടു. ഇനി ഞാൻ കഴിക്കാൻ പോവാ.